അൽ അജമു വറൂം, യൂറോപ്യരും പാശ്ചാത്യരും. വെളുത്തു ചുവന്ന മുഖമുള്ള, ചെറിയ കണ്ണുള്ള, തോൽ ചെരിപ്പ് ധരിക്കുന്ന, പരന്ന പരിച പോലെയുള്ള വാട്ടമുഖമുള്ള ചില മനുഷ്യന്മാര്. അടയാളം കുറെ പറഞ്ഞിട്ടുണ്ട്. അൽ അജമു വറൂം, യൂറോപ്യരും പാശ്ചാത്യരും. നാളെ കൈ നിറയെ പണവുമായി വരും. ആ പണമൊക്കെ നിങ്ങളെ കൈകളിൽ അവര് തരും. പിന്നെന്താണ് സംഭവിക്കുക? അവര് പിന്നെ ഇവിടെ നിന്ന് വളർന്ന് തിടം വെച്ച് കൊഴുക്കും. അസദൻ ലാ യഫിറൂൻ, ഇട്ടേച്ചു പോകാത്ത ഹിംസ്ര ജന്തുക്കളായി അറബ് ലോകത്ത് അവര് പിടിമുറുക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. ഒടുവിൽ പറയുന്നു, ഹത്താ തഖ്തുലൂ യഖ്തുലൂ മുഖാതിലക്കും, നിങ്ങളുടെ പോരാളികളെ അവര് കൊന്നു തീർക്കും. വയഖുലൂ ഫൈഅക്കും, നിങ്ങളെ സമ്പത്തും അവര് തന്നെ തിന്നു തീർക്കുന്നൊരവസ്ഥ എന്റെ നാട്ടില് വരുമെന്ന് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹ്. പണ്ടപ്പോഴോ സദ്ദാം അതിലെ ഒന്നങ്ങ് പോയപ്പോ അപ്പേരും പറഞ്ഞ് ക്ഷണിച്ചു വരുത്തി പാർത്തു. നരി വരാൻ യാസീൻ ഓതിയതാണ്. ഹത്തോതിയിട്ടും തിരിച്ചു പോകുന്നില്ലല്ലോ. അമേരിക്കൻ പട്ടാളക്കാര് പോകൂല, ബ്രിട്ടീഷ് പട്ടാളക്കാര് പോകൂല. അവര് ഖനനത്തിൽ ഇടപെട്ടു, വ്യവസായത്തിൽ ഇടപെട്ടു, ഉപാധികളിൽ ലംഘിച്ചു. അവര് പലതും കട്ടുകടത്തി പലപ്പോഴും. പക്ഷെ നടപടിയെടുക്കാൻ കഴിയുന്നില്ല. സൈന്യത്തിന്റെ രഹസ്യങ്ങൾ അവരെ കൈകളിലാണ്. ഏൽപ്പിച്ചതൊക്കെ അവരങ്ങ് പിടിച്ചു വിഴുങ്ങിയതാണ്. ഒട്ടകത്തിന് തമ്പിലിടം കൊടുത്ത അറബിയുടെ അവസ്ഥ നേരിട്ട് നമ്മൾ കാണുകയാണ്. ഒടുവിൽ പറയാനുള്ളത് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു നിർത്താം. എന്തേ സംഭവം? അച്ചങ്ങൈമാർക്ക് കുടിക്കാൻ വീര്യമുള്ള കുപ്പികൾ കൊടുക്കണം. ആരുടെ ചെലവിൽ? അവർക്ക് ഉല്ലസിക്കാൻ കംഫർട്ട് ലേഡീസ്. വാക്കൊന്ന് നന്നാക്കി പറഞ്ഞു എന്ന് മാത്രം. അതിനൊക്കെ ആര് പൈസ ചെലവാക്കണം? അതിന് വിമാനത്തിന് ആരാ പൈസ ചെലവാക്കണത്? ആ കംഫർട്ട് ലേഡീസിന് കയ്യിൽ കാശ് കൊടുക്കണ്ടേ? ആരാ കൊടുക്കണത്? സങ്കടമല്ലേ? വല്ലാത്ത സങ്കടമല്ലേ? പച്ചയായി പറഞ്ഞാൽ മനക്കേടല്ലേ? അവര് വന്നു നിറയും. യംലഉ ഐദീകും ബിഅംവാലിഹിം, അവരെ പണം നിങ്ങളെ കയ്യിൽ വന്നു നിറയും. അങ്ങനെ അങ്ങനെ ആ കൂട്ടര് അസദൻ ലാ യഫിറൂൻ, വിട്ടുപോകാത്ത സിംഹങ്ങളായി അവര് നിങ്ങളെ അലോസരപ്പെടുത്തും. നിങ്ങൾ നിങ്ങളുടെ ദിഫാ, പ്രതിരോധം അവരെ ഏൽപ്പിക്കും. ഹദീസിലെ വാചകാണ് ഈ പറയുന്നത് മുഴുവനും. വയഖ്തുലൂ മുഖാതിലക്കും, നിങ്ങളെ പോരാളികളെ അവര് പിടിച്ചു തിന്നും. വയഖുലൂ ഫൈഅക്കും, നിങ്ങളെ സമ്പാദ്യങ്ങൾ മുഴുവനും അവര് നക്കിത്തുടക്കും. സ്വദഖ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ മസ്ദൂഖ്, പറഞ്ഞതൊന്നും പഴല്ല. അല്ലാഹുവേ, അറബ് ലോകത്തു നിന്ന് നല്ല കാഴ്ചകൾ കാണിച്ചു തരണേ അല്ലാ, നല്ല വാർത്തകൾ കേൾപ്പിച്ചു തരണേ അല്ലാ. നീ നിശ്ചയിച്ചൊക്കെ നീ നടത്തും. ഞങ്ങൾ വേദനയോടെ അതൊക്കെ ഉൾക്കൊള്ളുന്നു. അപ്പോഴും ഞങ്ങൾക്ക് ഈമാൻ ഏറ്റിത്തരണേ അല്ലാഹ്. വവജദക ആയിലൻ, നിങ്ങൾ പാവങ്ങൾ, ഫഅഗ്നാ, നമ്മൾ നിങ്ങളെ സമ്പന്നരാക്കിയില്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു സമ്പത്ത് നൽകി. ആ സമ്പത്താണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ സമൃദ്ധിക്ക് മുഴുവൻ കാരണം. അവിടെ നിന്ന് ഇങ്ങോട്ടൊന്നും വന്നില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോഴും പപ്പടം ചുട്ടതും ഉണക്കമുള്ളനും പഴങ്കഞ്ഞിയും ഒക്കെ ആയിട്ടെന്നെ കഴിയേണ്ടി വന്നേനെ. 100 വട്ടം ഉറപ്പ്. റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എല്ലാവരും കടപ്പെട്ടിരിക്കുന്നു. ഉറപ്പ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മൾ ഇനി എന്തു ചെയ്യണം?
ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മ സായില ഫലാ തൻഹർ. ജീവകാരുണ്യം നമുക്കേ അറിയുള്ളൂ. പൈസ നമ്മളോടെ കിട്ടുള്ളൂ. അല്ലാത്തവര് പൂട്ടി പോണ്ടി വരും. എല്ലാവർക്കും ബോധ്യമുള്ള കാര്യം. അടുത്ത വരി വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. അല്ലാഹ് തന്ന ആനുകൂല്യങ്ങൾ, സമ്മാനങ്ങൾ, വരദാനങ്ങൾ പൊരപ്പുറത്ത് കയറി വിളിച്ചു പറയണം. അല്ലാഹ് തന്നതാണ്. അല്ലാഹ് തന്നതാണ്, അഹങ്കാരമില്ലാതെ പറയണം. അല്ലാഹു തന്ന ഏറ്റവും വലിയ വരദാനം ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹ്. പറഞ്ഞിട്ടും നമുക്ക് മതിയാകുന്നില്ല. ഇനിയും ഒരുപാട് റമളാനുകൾ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നൽകട്ടെ. ഇനിയും ഒരുപാട് സുവർണാവസരങ്ങൾ, ഈദ്, മീലാദ്, ജീലാനി നമ്മളെ ജീവിതങ്ങളിൽ അല്ലാഹു കാണിച്ചു തരട്ടെ. ഖദ് അൻസൽനാ ഇലൈക്കും ദിക്റ. നിങ്ങൾക്ക് നാം തന്നു ഒരു വല്ലാത്ത ദിക്ർ. അടുത്ത വരി റസൂലൻ. ആ ദിക്റിന്റെ അർത്ഥം ഒരു മഹാപ്രവാചകൻ. സൂറത്തു ത്വലാഖ്